ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ വീട്ടിലുള്ള കേട്ടോ. ഇപ്പോൾ ഈ സമയം വൈകിട്ട് 5 മണി കേട്ടോ. അപ്പോൾ ചെറിയൊരു പണിയുണ്ട്, ചെറിയ പണി. അതിനിടക്കിടക്ക് ചെയ്യുന്ന കേട്ടോ. നമ്മളെ വണ്ടിയില്ലേ, വണ്ടീൻ്റെ ഹാൻഡിലിൻ്റെ പിടിക്കുന്ന സ്ഥലം, പിടി ഒന്ന് ക്ലീൻ ആക്കണം. ഷാമ്പിട്ട് അടിച്ച് ഒന്ന് ക്ലീൻ ആക്കും. ആ ഹാൻഡിൽ ഒന്ന് ക്ലീൻ ആക്കുക തന്നെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചെയ്യലുണ്ട്. കാര്യം എന്താ പറയുക, നമ്മൾ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ച് ഓട്ടിക്കഴിഞ്ഞാൽ കൈയിൻ്റെ വേർപ്പുണ്ടാവും, അതുപോലെ ഓയിൽ മേക്ക് ഉണ്ടാവും. ഫുഡെല്ലാം കഴിച്ചിട്ട് എടുക്കുമ്പോൾ അവിടെ ഓയിൽ മേക്കാവും. അപ്പോൾ അതെല്ലാം ഉണ്ടാവും, എന്തൊരു ഇതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാം കേട്ടോ. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ വണ്ടി കയറുന്നൊരു ലിക്വിഡ് ഉണ്ട്, അത് ഞാൻ വാങ്ങലുണ്ട്. ഇതാ 5 ഉറുപ്പ്യയിലോ കേട്ടോ. ഇതാ ലാക്കറോൾ. ഒന്നിന് 5 രൂപ, രണ്ടതിന് 10 രൂപ. ഇതിനിടയ്ക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ്. സാധാ ഷോപ്പിൽ ആടിയിടെല്ലാം ഉണ്ടാവും, ആടിയിലുള്ള ഷോപ്പിൽ സാധാ ഷോപ്പിലുണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും വണ്ടിയൊന്നും തന്നെ കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരാൾ പറയുമോ ഇത് ഇപ്പം ഇനി കാണുന്നു ഇത്രയാ, നമ്മൾ മുമ്പേ കേറുന്നതാണ് ആക്കുന്നതെന്നെല്ലാം പറയും. പക്ഷെ അങ്ങനെയല്ല, ഇത് മുമ്പേ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി. ഓക്കെ, ഇങ്ങനൊരു ലിക്വിഡ് ഉണ്ട്. ഷോപ്പിൽ പോയാൽ സാധനം കിട്ടും. പോവുക, വാങ്ങുക, കഴുകുക. ഇതൊന്നും മതി നമുക്കൊരു വണ്ടി കഴുകാൻ വേണ്ടിക്ക്. ഇത്രയൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു കാറ് വാഷെല്ലാം കഴുകുക ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ. കയ്യില്ലേ, ബോഡി കഴുകാൻ ഇത് മതിയാവും, കാറുണ്ടല്ലോ. അപ്പോൾ ഒന്നിന് 5 രൂപ കേട്ടോ. സാധാ ഷോപ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും, അച്ചാറെല്ലാം തൂക്കിയിടുന്നില്ലേ, അതുപോലെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഞാൻ നമ്മളെ നേരമ്പുറത്ത് ശ്രീധരൻ്റെ വീടിൽ നിന്ന് അല്ലെങ്കിൽ രാമധരൻ്റെ വീടിൽ നിന്നെല്ലാം പോകും. അതിൻ്റെ ഇതിനെ മുകളിൽ വെച്ച് എടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കേൾക്കുന്ന വെച്ചാൽ ഇതിനെ കൊണ്ട് സാധാ കേൾക്കുന്ന തന്നെ, എന്നാലും കെട്ടക്കെട്ട് ഞാനങ്ങനെ കേൾക്കുന്നുണ്ടേ, അത് കാണിച്ചാൽ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഒരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിലെടുത്തിട്ട് അതിൽ ഇതാ ഈ ഒരു സാധനം വാങ്ങിയിട്ട്, ഇത് 65 രൂപ, ഇത് ഭയങ്കര വാങ്ങിയതാ, സ്പ്രേ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഇതിൽ ലിക്വിഡ് ഒഴിക്കും, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. കണ്ടോ, ഇതിൽ ഓൾറെഡി ഇതിൽ കുറച്ച് ലിക്വിഡ് ഉണ്ട്, കുറച്ച് ലിക്വിഡ് ഇതിലുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഹാൻഡിൽ മാത്രമല്ല ചെയ്യേണ്ടത്, ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കും. കാണിച്ചാൽ ഇതിൽ കുറച്ച് ലിക്വിഡ് ഇല്ലോ, അത് ഒഴിക്കട്ടെ. ഒരു ലിക്വിഡ് എടുത്തിട്ട് അതായത് 3-4 വാങ്ങിയിട്ട് ഒരുമിച്ചിട്ട് പൊട്ടിച്ച് ഒഴിക്കലാണ് അതിൽ. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കും. എന്നിട്ട് ഇച്ചിരി കുറച്ച് വെള്ളവും ചേർക്കും. ഇതന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതിനെന്തായാലും കമൻറ്റ് വരുമെന്ന് എനിക്കറിയാം. അസർപ്പൈത് നമ്മൾ പണ്ടേ ചെയ്യുന്നതാണ്, ഇത് പണ്ടേ ഇറങ്ങിയതാണ്. ഇങ്ങനത്തെ ലിക്വിഡെല്ലാം പണ്ടേ ഉണ്ട്, പണ്ടേ നമ്മൾ വണ്ടി കഴുകുന്നതാണ്. ഇന്നെല്ലാം വരും, അന്ന് വിഷയമല്ലപ്പോൾ. ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് കാണിച്ചിരുന്നു കേട്ടോ, അത്രയേ ഇല്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ രണ്ടും ഞാൻ പൊട്ടിച്ച് ടപ്പടപ്പായിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഷെയ്ക്കാവും. കണ്ടോ, കുറച്ച് വെള്ളം ചേർക്കണം, ഇച്ചിരി വെള്ളം ചേർക്കണം. മൊത്തം പതിയായി. കുറച്ച് വെള്ളം ചേർത്തിട്ട് പൈപ്പൊന്ന് കുറച്ച് ഇച്ചിരി വേണ്ടിയോ, ഇച്ചിരി വെള്ളം മതി, അത്രയും മതി. എന്നിട്ടൊന്ന് മൂടിയിട്ടിട്ട് ഷെയ്ക്ക് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ പിടിക്കടിച്ചു കൊടുക്കും. ജസ്റ്റിനോട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇതാകുമ്പോൾ വേറെ എവിടെയും വൃത്തിയേടാവില്ല. അല്ല, ജസ്റ്റ് സ്വിച്ചിനെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടുന്ന സ്ഥലം മാത്രം ഇങ്ങനെ അടിച്ചിട്ട് കഴുകുക. അല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ അയക്കാനാ. ഇതിൻ്റെ ഗുണം ആ സാധനം വെച്ചെന്തിനാ വെച്ചാൽ വേറെ ഒന്നല്ല, വണ്ടി മൊത്തമായിട്ട് കഴുകുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇവിടെ മാത്രം നമുക്കിങ്ങനെ കഴുകിയെടുക്കാം. അതുപോലെ ഗ്ലാസ്, കണ്ടോ, ഗ്ലാസ് നമുക്കിങ്ങനെ ജസ്റ്റ് കഴുകിയെടുക്കാം. മെയിനായിട്ട് പിടി, വണ്ടീൻ്റെ പിടി, കണ്ടോ, വണ്ടീൻ്റെ പിടി ഇങ്ങനെ നമുക്ക് നൈസായിട്ട് കഴുകിയെടുക്കാം. ഗ്ലാസ് കഴിക്കണ വേറെ തന്നെ ഒരു ഇതാണ്, ലുക്കാണ്, വേറെ തന്നെ ഒരു മൂഡാണ്. ഇതാ എന്നൊരു ബോട്ടിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഈ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അവിടെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ,
അവിടെ മാത്രം ഇങ്ങനെ വെള്ളിച്ച് കൊടുത്താൽ മതി. സംഭവം സെറ്റ് കണ്ട ഇതാ കഴുകിയേട്ടാ. വണ്ടി വിട്ടപ്പനായി സെറ്റ്. അങ്ങനെ വണ്ടി കഴുകി, വണ്ടീൻ്റെ പിടി കഴുകി. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. പല കമ്പനീൻ്റെയും ബോട്ടിലുണ്ടാവും വണ്ടി കഴുകുന്ന ലിക്വിഡിൻ്റെ ബോട്ടിൽ. അപ്പോൾ അത് വാങ്ങിയാലും അതുണ്ടെങ്കിലും ഇതുപോലൊരു ബോട്ടിൽ വാങ്ങിയിട്ട് ഒരു സ്പ്രേ ചെയ്യുന്ന ഇത് വാങ്ങിയിട്ട് അതിൽ ഒഴിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം കുറച്ച് പതയണ്ടേ, കുറച്ച് വെള്ളം ഒഴിച്ച്. അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ വാങ്ങുമ്പം എന്താ പറയുക, ബോട്ടിൽ ലിക്വിഡ് വാങ്ങുമ്പോൾ അതിൽ ഭയങ്കര മൊയ്ത്തതായിരിക്കും. അപ്പോൾ അത്ര പവറിൻ്റെ ആവശ്യമൊന്നുമില്ല വണ്ടി കഴുകാൻ വേണ്ടിക്ക്. അത് ഷെയ്ക്കായിക്കാൻ നല്ല പതയും, നല്ല പതയാണിത്, നല്ലോണം ഇതാവും. അപ്പം പതയും അപ്പോൾ എക്സ്ട്രാ ഒരു ബോട്ടിൽ വാങ്ങുക, അതിൽ ലിക്വിഡ് ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഷെയ്ക്ക് ചെയ്യുക. നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് വണ്ടിക്ക് അടിച്ചു കൊടുക്കുക. അതാണ് നല്ലത്. ആദ്യമേ പറയാം, വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട കേട്ടോ. ഞാൻ എൻ്റെ വണ്ടിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇടയ്ക്ക് ചെയ്യലുണ്ട്. ഇടയ്ക്ക് ആഴ്ചക്ക് ഒരു 1-2 വട്ടം ഞാൻ ചെയ്യും. ചുമക്കുന്ന് ആഴ്ചക്ക് 1-2 വട്ടം ചെയ്യും. വണ്ടി മൊത്തമായിട്ടൊന്നും കഴുകില്ല. വണ്ടി സർവീസിന് കൊടുത്തിട്ട് എന്താ പറയുക, സർവീസിന് കൊടുത്താൽ കഴിഞ്ഞാൽ വണ്ടീൻ്റെ പിടീനെ ആഴ്ചക്ക് 1-2 വട്ടം കഴുകും. ഇതുപോലെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് അവിടെ മാത്രം പിടിയും മുമ്പിൽ ഇതില്ലേ എന്താ പറയുക, വൈസർ, ഹാൻഡിൽ, ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കും. അപ്പോൾ നമ്മളെ കൈക്കുള്ള വേർപ്പും നെയ്വൊക്കെല്ലാം ആകുമ്പോൾ ഒരിതാണ്. അപ്പോൾ ഇടയ്ക്കതൊന്ന് ക്ലീൻ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. കാരണം അവിടെ വേർപ്പായാലും നെയ്വൊക്കെയായാലും അണുക്കളുണ്ടാവും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കിയാൽ മതി, കഴുകിയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കഴുകുന്നത് കേട്ടോ. വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്നത് ക്ലീൻ ആക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ.